ക്രിസ്മസ് ആഘോഷങ്ങളുടെ നിറക്കാഴ്ചകൾ കണ്ടുപോകുമ്പോഴാണ് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച, വ്യത്യസ്തനായ ഒരു ക്രിസ്മസ് പപ്പയെ കാണുന്നത്. ദേഹം മുഴുവൻ LED ബൾബുകളാണ്. അത് തന്നെയാണ് ഒരു പ്രത്യേകത. എത്ര നാളായി ഇങ്ങനെ ചെയ്യുന്നു? ഇങ്ങനെ ഒരു ആശയം തോന്നാനുള്ള കാരണം എന്താ? ഇന്നലെ തൊട്ട് നമ്മളിത് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കി ചെയ്യണമെന്ന് തോന്നി. ഒരു 7-8 കൊല്ലമായിട്ട് ഞാൻ ഇപ്പോൾ LED ഒക്കെ വെച്ച് ഇങ്ങനെ ചുമ്മാ ഇറങ്ങാറുണ്ട്. എല്ലാവർക്കും വലിയ ഇഷ്ടവുമാണ്. ഒരു പ്രാവശ്യം ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായാൽ തന്നെ ആൾക്കാർ ചോദിക്കും, ഇപ്രാവശ്യം നീ പോകുന്നില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് പിന്നെ ഇത് സ്ഥിരമായിട്ട് അങ്ങ് ചെയ്യും. ഈ ക്രിസ്മസ് പപ്പായുടെ വേഷം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളിൽ ഇതേ കണക്ക് വേഷങ്ങൾ? ഞാൻ മഹാബലിയായിട്ട് മിക്കവാറും ചെയ്യാറുണ്ട്. അത് എല്ലാ വർഷവും അതും ചെയ്യുന്നുണ്ട്. അതും ഒരു മാറ്റവും മുടക്കവും വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പകൽ ജോലിയൊക്കെ ഉണ്ടാവുമല്ലോ? പകൽ ജോലിയുണ്ട്. ഞാൻ ഡ്രൈവറാണ്. പിന്നെ ഞാൻ റിയ കാറ്ററിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാറ്ററിംഗ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ആ കാറ്ററിങ്ങിൻ്റെ ട്രാവൽസ് ഓടിക്കുക ഞാൻ ഡ്രൈവറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എങ്ങനെ ഏത് സമയത്താണ് ഇങ്ങനെ ഇറങ്ങി തുടങ്ങുന്നത്? നമ്മൾ ക്രിസ്മസിന് ഒരു 6 മാസം മുമ്പ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങും. തുടങ്ങുമെന്ന് വെച്ചാൽ ഒരു LED കുറച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി താമസമാണ്. തച്ചെടുക്കുകയാണ് മൊത്തം. അപ്പോൾ അത് മെനക്കെട്ടിരുന്ന് തച്ചെടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഫ്രീ കിട്ടുന്ന സമയമല്ല, ഇതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കും. കുട്ടികൾക്കാണോ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു കൗതുക കാഴ്ചയായിട്ടാണല്ലോ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ യാത്ര ചെയ്തു പോകുമ്പോൾ ആ കൗതുകം അവരിൽ നിറയ്ക്കാൻ കഴിയുന്നത് ഒരു സന്തോഷം ഉള്ള കാര്യം തന്നെയല്ലേ? അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരാഘോഷങ്ങളും നമ്മൾ മാറ്റി വെക്കാറില്ല. എല്ലാ ആഘോഷങ്ങളും നമ്മൾ കേരളീയരാണ്. അവിടെ മതവും ഇതൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഏതാണെങ്കിലും ശരി അവിടെ പോയി അവരുമായിട്ട് പങ്കുചേർന്ന് അതിനോട് ആ സന്തോഷം എല്ലാവരുമായിട്ടും പങ്കുവെക്കും. ഈ വേഷത്തിൽ കാണുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത് കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ. ആ ഒരു അനുഭവം പറയാം. കുഞ്ഞുങ്ങൾ ഒരുപാട് പേർക്കും ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെല്ലുമ്പോഴേ വന്ന് വിളിക്കുമ്പം വരും. അവരുടെ സന്തോഷം തന്നെ എൻ്റെയും സന്തോഷം. അവർക്ക് സെൽഫി എടുക്കാനും, പിന്നെ ഇതിനു മുമ്പ് സെൽഫി ഒന്നും ഇല്ലായിരുന്നു. ആ സമയം തൊട്ട് ഞാൻ 92-ലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഓരോ വീടുകളിൽ വിളിച്ച് കാണിച്ചു കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ പോകുന്ന വഴിക്ക് കാറ് നിർത്തി അവരുടെ ഇഷ്ടത്തിന് ഫോട്ടോ എടുത്ത് അവർ ആ സമയം തന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ പപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവർക്കും നൈറ്റിൽ പോയി ആരും അറിയാതെ, ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്, ആരും അറിയാതെ ഓരോ വീടുകളിൽ പാവപ്പെട്ട വീടുകളിൽ ചെന്ന് ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. കാരണം വെച്ചാൽ സെലക്ട് ചെയ്ത് പുള്ളി ഭയങ്കര ധനികനായിരുന്നു. അപ്പോൾ ഈ പുള്ളിയുടെ ഒരു അന്നത്തെ ഒരു ഹാപ്പി എന്ന് പറയുന്നത് ഈ പാവത്തുങ്ങളെ വീട്ടിൽ അവരറിയാതെ പോയി ഈ ഗിഫ്റ്റ് വെച്ചിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഇത് പതിവ് പോലെ എല്ലാവരും രാവിലെ വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഈ ഗിഫ്റ്റാണ് കാണുന്നത്. അവർ ആരാണെന്ന് അറിയത്തില്ല. അങ്ങനെ അവർ പാത്തിരുന്ന് കാണും ഇതാരാ കൊണ്ടുവച്ചത്. അങ്ങനെ കാണേണ്ട ഒരാളാണ് ഈ പപ്പ എന്നാണ് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളതും. യുവതലമുറയ്ക്ക് പപ്പായ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് സന്ദേശം? ലഹരിയിൽ നിന്നും മാക്സിമം വിട്ടു നിൽക്കുക. കൂട്ടുകാരതിന് പോയിട്ടുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിച്ച് നിങ്ങളെ കൂടെ കൊണ്ടുവരിക. വീട്ടിലുള്ളവരുമായിട്ടും മാക്സിമം ഉള്ള സമയം ചിലവഴിച്ച് നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ മനസ്സിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അത് വീട്ടിലുള്ള അച്ഛനും അമ്മയുടെ അടുത്ത് പറയണം. അല്ലാതെ ചെറിയൊരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുമായിട്ട് പോയി അങ്ങനെ ചെയ്യുക. ഒരിക്കലും ആരെയും ഉപദ്രവിക്കാനോ ഒന്നിനും പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ നടന്നാൽ നമ്മളെ പിള്ളേരെല്ലാം രക്ഷപ്പെടും. നല്ല രീതിയിൽ ജീവിക്കാം. പ്രദീപ് ബാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.